അല്പം ചട്ടമ്പിത്തരങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്ന റപ്പായി മരിച്ച് പരലോകത്തെത്തി. റപ്പായിയെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ വിടേണ്ടതെന്ന് തീരുമാനിക്കാൻ ദൈവത്തിന്റെ ജോലിക്കാർ. ഏത് എവിടെ വിടണം? സ്വർഗത്തിൽ വിടണം, നരകത്തിൽ വിടണം? അയാളുടെ നന്മതിന്മകളുടെ കണക്കെടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് രസം. റപ്പായി ചെയ്ത നന്മകളും തിന്മകളും ഒരേ അളവ്. എത്ര നന്മ ചെയ്തോ അത്രത്തോളം തിന്മയും ചെയ്തിട്ടുണ്ട്. 50-50. പരലോകത്തെ ജോലിക്കാരെല്ലാം കൺഫ്യൂഷനിലായി. റപ്പായിയെ നരകത്തിലേക്കും അയക്കാൻ കഴിയുന്നില്ല, സ്വർഗത്തിലേക്കും വിടാൻ പറ്റുന്നില്ല. 50-50 ആണല്ലോ. ഒടുവിൽ ദൈവം ഒരു തീരുമാനമെടുത്തു. നരകത്തിന് മുകളിലൂടെ സ്വർഗത്തിലേക്ക് വളരെ ഇടുങ്ങിയ ഒരു പാലമുണ്ട്. റപ്പായി അതിലൂടെ നടക്കട്ടെ. നടന്ന് സ്വർഗത്തിലെത്താൻ സാധിച്ചാൽ റപ്പായിക്ക് അവിടെ ജീവിക്കും. അങ്ങനെ റപ്പായി ആ പാലത്തിലൂടെ ശ്രദ്ധയോടെ നടക്കാൻ തുടങ്ങി. ഇതേ സമയം സ്വർഗത്തിലേക്കുള്ള അയാളുടെ പരിചയക്കാരൊക്കെ റപ്പായി റപ്പായി എന്ന് ആർത്ത് വിളിച്ച് കൈയടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് റപ്പായിക്ക് ദേഷ്യം വന്നു. ശ്രദ്ധ തെറ്റിച്ചതിന് റപ്പായി